നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 20 ഡേയ്സ് സീരീസിൻ്റെ 7ാമത്തെ വീഡിയോ ആണ്. 10 വീഡിയോ ആണ് നമുക്ക് വരാനുള്ളത്. അത് 7ാമത്തെ വീഡിയോ ആണ് വരുന്നത്. 20 ദിവസത്തെ സീരീസാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് വീഡിയോസ് വരുന്നത്. 5 വീഡിയോ കംപ്ലീറ്റ് ചെയ്തപ്പോൾ, അതായത് 10 ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 5.5 കിലോ കുറച്ചതാണ് ഏറ്റവും ടോപ്പായിട്ട് കമൻറ്റ് വന്നിരിക്കുന്നത്. പ്രൈവറ്റ് ആയിട്ടുള്ള കമൻ്റ് അല്ല, നമുക്ക് പബ്ലിക് കമൻറ്റ് വന്നിരിക്കുന്നത് 5.5 കിലോ കുറച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ എന്ത് റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്? താഴെ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇത്രയും നല്ല ഡെഡിക്കേഷനോട് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ടാർഗറ്റ് വെയിറ്റ് റിഡക്ഷൻ, അതായത് 20 ദിവസം കൊണ്ട് നമുക്ക് 10 കിലോ കുറച്ചെടുക്കാൻ സാധിക്കും. ഇനി ഏറ്റവും ചുരുങ്ങിയ വെയിറ്റ് റിഡക്ഷൻ, ഏറ്റവും കുറവ് വെയിറ്റ് റിഡക്ഷൻ കിട്ടുവാണെങ്കിലും 5 കിലോ 6 കിലോ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും കിട്ടും. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഒരു മണി, ഒരു എക്സ്പെൻസും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഈ കണ്ടൻറ്റുകൾ കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 5 കിലോ കുറയ്ക്കാം, അല്ലെങ്കിൽ 6 കിലോ കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അതിനെന്താ വേണ്ടത്? കുറച്ചധികം ഡെഡിക്കേഷൻ റിക്വയർഡ് ആണ്. കുറച്ചധികം നമ്മൾ ടൈം മാറ്റി വെക്കണം. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് ചെയ്തൂടെ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടിരുന്നൂടെ ഏത് കാലത്തും. ഒത്തിരി ഒബീസിറ്റി കൊണ്ട് നമുക്കുണ്ടാവുന്ന ഒത്തിരി അസുഖങ്ങളെ പറ്റി നമുക്കറിയാം. ഈവൻ നീ പെയിൻ വരെ വരുന്നത് നിങ്ങളുടെ അപ്പർ ബോഡിയുടെ വെയിറ്റ് നിങ്ങളുടെ നീക്ക് താങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ്. എൻ്റെ അടുത്ത് പ്രൈവറ്റ് ക്ലാസ്സിൽ വരുന്ന ഒരുപാട് പേര് പറയുന്നത് ബോഡി പെയിൻ, ഈ പെയിൻ താങ്ങാൻ വയ്യ എന്നുള്ളതാണ്. ഒരു 101 കിലോ 110 കിലോയിൽ നിന്നൊക്കെ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം അവർക്ക് ബോഡി പെയിനും ശ്വാസം മുട്ടലും, അതായത് ഭയങ്കര ബ്രത്തിന് പ്രോബ്ലവും താങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ്. ഇത്രയൊക്കെ സീരിയസ് ആയിട്ട് ബോഡി കണ്ടീഷൻ നിങ്ങൾക്കുണ്ടോ? എന്നിട്ട് നിങ്ങളത് കുറയ്ക്കാൻ വേണ്ടി ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. അതാണ് നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം മാറ്റിവെക്കുന്നു, എത്രത്തോളം സമയം നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. എപ്പോഴെങ്കിലും ഉറങ്ങുന്നതിന് മുൻപ് അത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങൾക്ക് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. നമ്മൾ പറയില്ലേ, ഞാനാണ് അവരെയൊക്കെ നോക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുന്നത്. നിങ്ങളില്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അപ്പോൾ ശ്രദ്ധിക്കും. അപ്പോൾ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഒരൊറ്റ ചെറിയ സിമ്പിൾ ടിപ്പുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണ ഷെഡ്യൂൾ ഉണ്ടാക്കി വയ്ക്കുക. അതേപോലെ തന്നെ കുറച്ച് സമയം നമ്മുടെ ഹെൽത്തിന് വേണ്ടി വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ റെഡി ആണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് 20 ദിവസം കൊണ്ട് നമ്മുടെ ടാർഗറ്റ് റിഡക്ഷൻ 10 കിലോ ആണ്. അത് സംഭവിക്കും. അതും ഹെൽത്തി ആയിട്ടുള്ള 3 മീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് വളരെ കുറച്ച് വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ട്. റെഡിയാണല്ലോ? വാമപ്പിൻ്റെ ലിങ്ക്, ഡയറ്റിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. വർക്കൗട്ട് ഇവിടെ തുടങ്ങുന്നു. യെസ്, നേരത്തെ കൊടുത്ത ലിങ്കിൽ നിന്നും വാമപ്പ് ചെയ്യുക. അതേപോലെ തന്നെ സ്ട്രെച്ചിങ്ങും അത് കഴിഞ്ഞതിന് ശേഷം അതേ സ്ട്രെച്ചിങ് തന്നെ ചെയ്തിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ വാമപ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യുന്ന എക്സസൈസ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5. ഓക്കെ, അങ്ങനെ നിന്നിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നതിന് ശേഷം മാത്രം പോസ്ചർ ചേഞ്ച് ചെയ്യുക കേട്ടോ. അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്യുക, സ്ലോലി ചെയ്യുക കേട്ടോ. ഓക്കെ, ഹോൾഡ്, സൈഡിലോട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13
14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. റിലാക്സ്. സ്ലോലി മാത്രം പോസ്ചർ ചേഞ്ച് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഈ പോസ്ചറിൽ നിന്നുകൊണ്ട് കുറച്ച് നേരം ബ്രെത്ത് നോർമൽ ആവാൻ വേണ്ടി ഒരു ഈസി എക്സസൈസ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. നല്ലപോലെ ഡെഡിക്കേഷനോട് കൂടി ചെയ്യുക. അടുത്ത എക്സസൈസ് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു എക്സസൈസാണ് കേട്ടോ. നല്ലപോലെ ലവ് ഹാൻഡിൽസ് കുറഞ്ഞ് കിട്ടുന്നതിന് സഹായിക്കും. അരവണ്ണം നല്ല പോലെ കുറയും. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. That's it. Relax. അടുത്തൊരു സ്ട്രെച്ചിങ്ങോട് കൂടിയിട്ടുള്ളൊരു എക്സസൈസാണ്. അത്ര ഈസി ആയിട്ട് എല്ലാ എക്സസൈസുകളും ചെയ്യണമെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു സ്ട്രെച്ചിങ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല. അപ്പോൾ ഇത് സ്ട്രെച്ചിങ് ആണ്, അതേസമയം നല്ലൊരു എക്സസൈസാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇങ്ങനെ മുട്ടുകുത്തി നിന്നേക്കുക, എന്നിട്ട് ഒരു കാല് നല്ലോണം നീട്ടിപ്പിടിച്ചേക്കുക, തിരിച്ച് അത് പഴയ പൊസിഷനിലോട്ട് കൊണ്ടുപോവുക. എങ്ങനെയാണ് കാണിക്കുന്നത്? ഇങ്ങനെ. ഓക്കെ. കൈ ഇങ്ങനെ കുത്തിയിട്ട് ബാലൻസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ഓക്കെ. തിരിച്ചിങ്ങനെ കൊണ്ടുവരിക ബാക്കിലോട്ട്. അതിനുശേഷം അത് പഴയ പൊസിഷനിലോട്ട് കൊണ്ടുപോവുക. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ കറക്റ്റായിട്ട്? അവിടെ നീടെ മീതെ തലമുട്ടിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. സാധിക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഗ്രാജ്വലി നല്ലോണം വയറൊക്കെ കുറഞ്ഞാലേ അത് സാധിക്കുള്ളൂ. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. 1, 2, 3.
ആദ്യം അത്ര സാധിച്ചെന്ന് വരില്ല. 4 പിന്നെ കുറേയും കൂടി ആകുമ്പോൾ കുറേയും കൂടി പെർഫെക്ഷൻ കിട്ടും. 5 6 7 8 9 25 റിപ്പീറ്റേഷൻ ഈ സൈഡ് കേട്ടോ. 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. റിലാക്സ്. ഇതുപോലെ നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് നോക്കൂ. കാലിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ തലമുട്ടിക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. നല്ലൊരു സ്ട്രെച്ചിങ് ആണിത്. ബാലൻസും ശരിയാവും. ഓക്കെ, അടുത്തത് ഈ സൈഡും അതേപോലെ തന്നെ ചെയ്യുക. കാല് ഫ്രണ്ടിലോട്ട് വയ്ക്കുക. യെസ്, സ്ലോലി. ഇനി ഫ്രണ്ടിലോട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5. That's it. മുട്ടുവേദന ഉള്ളവർക്ക് ആദ്യത്തെ വർക്കൗട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സാരമില്ല, വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും. എന്നേക്കാൾ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തത് 1 ഇതുപോലെ, 2 3 4 5 6 സ്ലോലി ചെയ്ത് തുടങ്ങുക. എന്നിട്ട് സ്പീഡ് കൂട്ടുക കേട്ടോ. 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7
8, 9, 10. റിലാക്സ്. ഇന്നത്തെ വർക്കൗട്ട് സെറ്റ് അത്രയും കാലറി ബേണിംഗ് തരുന്ന അത്രയും കിഡിലൻ വർക്കൗട്ടുകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും, ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, യെസ്. ആദ്യത്തെ വർക്കൗട്ട് ഇതേപോലെ. ഇത് ബട്ട് ഷേപ്പ് ചെയ്യുന്നതിന്, തൈ ഫാറ്റ് കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, come on, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്തത് നമ്മൾ മുൻപ് ഇഷ്ടംപോലെ തവണ ചെയ്തിട്ടുള്ള ഈസി ആയിട്ടുള്ള എക്സസൈസ്. കാല് നല്ലോണം നീട്ടി വെച്ചതിന് ശേഷം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, 1, 2, 3, സ്പീഡിലാണ്. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4 and 5. കുറച്ച് സ്പീഡിലായിപ്പോയി അല്ലേ? എൻ്റെ സ്പീഡ് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡിൽ ചെയ്തോളൂ കേട്ടോ. പക്ഷേ ഈ ഒരു ആക്ഷൻ സ്പീഡിൽ കൊടുക്കുന്നത് മസിൽ ടൈറ്റനിങ്ങിന് വളരെ നല്ലതാണ്. ഓക്കെ, അടുത്ത എക്സസൈസ് ചെയ്താലോ? അടുത്ത സൈഡ്. യെസ്, സ്ലോലി ചെയ്താൽ മതി. വേദന എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മെല്ലെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4 and 5. റിലാക്സ്. അടുത്ത ഈസി ആയിട്ടുള്ള മൗണ്ടെയിൻ ക്ലൈംബിംഗ് എന്ന് പറയുന്ന എക്സസൈസ്. സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. മുട്ടുവേദനയുള്ളവർ ഇത്ര പെട്ടെന്ന് മുട്ടുകുത്തി ചാടുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എനിക്കതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും ഫ്ലെക്സിബിളാണ് എൻ്റെ ബോഡി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സാഹസികതയൊക്കെ കാണിക്കുന്നത്. എൻ്റെ ബോഡി അതിന് ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അടുത്ത എക്സസൈസ്. ഒരു സൈഡിലോട്ട് കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് ഒരു സൈഡിലോട്ട് കൊടുന്നാൽ മതി. 1, 2, 3, തള്ളവിരൽ മുട്ടിക്കണം രണ്ട് സൈഡിലും. 4, 5, 6, 7, ബട്ട് നല്ല ഷേപ്പ് തരുന്നതിന് സഹായിക്കും. 8, 9, 10, 11, ഒട്ടും കാല് സാഗിയാവില്ല. 12, 13, 14, 15, 16, 17, 18, beautiful exercise. 19, 20, 21, 22, 23, 24, 25. റിലാക്സ്. അടുത്ത എക്സസൈസ് അടുത്ത സൈഡിൽ 25 റിപ്പീറ്റേഷൻ. ഓക്കെ,
സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഇത്. അപ്പോൾ ഓരോ എക്സസൈസ് കഴിഞ്ഞാലും ശ്വാസം നോർമൽ ആവുന്നതിന് വേണ്ടി നമ്മൾ ഈസി വർക്കൗട്ടുകളും ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, പോസ്ചർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5. ഓക്കെ, റിലാക്സ്. ഓക്കെ, അടുത്ത എക്സസൈസ് നല്ല ഗ്രിപ്പുള്ള മാറ്റിൽ നിൽക്കണം എപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു സ്റ്റെപ്പ് ആകെ, ഒരു സ്റ്റെപ്പ് പിന്നിലോട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഈസി ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഇത്രയും നേരം ഹെവി ആയിട്ടുള്ള എക്സസൈസ് അല്ലേ ചെയ്തത്, ഇനി നമ്മുടെ ബാക്കൊക്കെ ഒന്ന് നോർമൽ ആവുന്നതിന് വേണ്ടി കുറച്ച് ഈസി ആയിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുക, അതിങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചേക്കുക, നെഞ്ചിനോട് ചേർത്തിട്ട് ടൈറ്റായിട്ട് പിടിക്കുക കാലുകൾ. ആ എക്സസൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ ഓക്കെ, ടൈറ്റായിട്ട്. 1 ഇതുപോലെ, 2 3 4 ബാക്കിന് നല്ലതാണത്, 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31
32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് കുറച്ച് നേരം ബ്രെത്ത് നോർമൽ ആവുന്നത് വരെ കിടക്കൂ. യെസ്. അടുത്ത എക്സസൈസ്, ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നടുവിന് വേദന വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പോസ്റ്റേഴ്സാണ്. ഇപ്പം നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് എടുത്തു വെച്ച് ചെയ്യാവുന്നതാണ്. ഇനി ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. ഇതിനെ ഇങ്ങനെ സർക്കിൾ മോഷനിൽ കറക്കുക 10 തവണ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. യെസ്. റിലാക്സ് ചെയ്തോളൂ. കാല് നീട്ടി വെച്ചേക്കൂ. എക്സസൈസ് ചെയ്താൽ ടെയിൽ ബോൺ പെയിൻ വരാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യണത്. ഓക്കെ. ഇങ്ങനെ സർക്കിൾ മോഷനിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ. റിലാക്സ്. അവിടെ ഇൻഫ്ലമേഷൻ വരാം, അവിടെ പെയിൻ വരാം, അവിടെ സ്വെല്ലിങ് വരാം. നമ്മൾ പെട്ടെന്ന് കുനിഞ്ഞ് എന്തെങ്കിലും എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ വരെ വരാം. ചിലർ കോട്ട്, അതായത് നമ്മൾ കിടക്കുന്ന കട്ടിൽ പൊന്തിച്ചു അപ്പോൾ വന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. പക്ഷെ നമ്മളുടെ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു വീഴ്ചയിലൊന്നും സംഭവിക്കില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഇതുപോലെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യണം. ഓക്കെ. അടുത്തതും ബാക്കിന് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല എക്സസൈസാണ്. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49 and 50. റിലാക്സ്. ഇനിയൊന്നുമില്ല, മലർന്ന് കിടന്നുകൊണ്ട് കാല് നല്ലോണം നീട്ടി വെച്ചുകൊണ്ട് നന്നായിട്ട് റിലാക്സ് ചെയ്യുക. ശവാസനയിൽ കിടന്ന് റിലാക്സ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെച്ചിങ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളൂ. ഇന്നത്തെ വീഡിയോ അവസാനിക്കുവാണ്. നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം, എൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വെയ്റ്റ് റിഡക്ഷൻ ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റാഡ് ദ വ്ളോഗർ എന്ന് പറയുന്ന ഐഡിയിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ID ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ നാളെ വരില്ല, മറ്റന്നാളായിരിക്കും വരിക. 8ാമത്തെ വീഡിയോ ആണ് വരുന്നത്. ഇനി 2 വീഡിയോ കൂടി നമുക്കുള്ളൂ. 8ാമത്തെ വീഡിയോ കഴിഞ്ഞാൽ 2 വീഡിയോ കൂടിയുള്ളൂ. കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ 10 കിലോ കുറച്ചെടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലോഡ്സ് ഓഫ് ലവ്. എല്ലാവരും ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. കെട്ടിപ്പിടിച്ചുമ്മ. Love you.